നമസ്തേ. വേദങ്ങളെ സംബന്ധിച്ച് അനന്താ വൈ വേദാഹ എന്ന് ശാസ്ത്രങ്ങളിൽ പറയും, വേദത്തിൽ തന്നെ പറയും. വേദങ്ങൾ അനന്തമാണ്. വേദങ്ങൾ അനന്തം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അതിനന്തമില്ല, ഒന്നും രണ്ടുമല്ല വേദങ്ങൾ, അനേകമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേദങ്ങൾ 4 എന്ന് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്നു. 4 വേദങ്ങൾ എന്ന്, ചതുർവേദങ്ങൾ എന്ന്, വേദചതുഷ്ടയം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ. അപ്പോൾ അനന്താവൈ വേദാഹ, വേദങ്ങൾ അനന്തമാണ് എന്നുള്ളതിൻ്റെ താത്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേദങ്ങൾ അനന്തങ്ങൾ തന്നെയാണ്. ഋഷിമാർ നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ള വേദങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ളത്, ഋഷികൾ വഴി നമുക്ക് ലഭ്യമായിട്ടുള്ളത് വളരെ കുറച്ച് വേദങ്ങളാണ്. ഇനിയും ലഭ്യമാക്കാൻ, ഇനിയും കിട്ടാനുള്ള വേദങ്ങൾ അനവധിയാണ് ഉള്ളത്. അപ്പോൾ വേദങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ലഭ്യമായിട്ടില്ല. ഓരോ വേദത്തിനും ഇത്ര ശാഖകൾ എന്ന് കണക്കുണ്ട്. അപ്പോൾ ആ ശാഖകൾ മാത്രമേ നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളൂ ഋഷിമാർ. ബാക്കി വേദങ്ങൾ ഇനിയും അത് ഋഷിമാർ പോലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.